3.5 കോടി രൂപ ചെലവിൽ ഫെൻസിംഗ് നിർമ്മിച്ചിട്ടും കാട്ടാന ശല്യം കുറയാതായതോടെ പ്രതിസന്ധിയിലായി മാനന്തവാടി കൂടൽക്കടവ് പാൽവെളിച്ചം നിവാസികൾ. 3 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിച്ച ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിംഗ് ഉദ്ഘാടനത്തിന് മുൻപേ കാട്ടാന തകർത്തു. ഫെൻസിംഗ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാട്ടാനശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ നിരന്തര പ്രതിഷേധത്തെ തുടർന്നാണ് മാനന്തവാടി കൂടൽക്കടവ് പാൽവെളിച്ചം പ്രദേശത്ത് ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിംഗ് നടപ്പാക്കുന്നത്. ഭൂരിഭാഗവും പുഴഭാഗത്ത് നിർമ്മിച്ച 3 കിലോമീറ്റർ ഫെൻസിംഗിന് ചെലവ് 3.5 കോടി രൂപയാണ്. കഴിഞ്ഞ മാസം പണി പൂർത്തിയായതിനു പിന്നാലെ ഫെൻസിംഗ് തകർത്ത കാട്ടാന ജനവാസ മേഖലയിൽ പ്രവേശിച്ചു. വണ്ണം കൂടിയതും കുറഞ്ഞതുമായ 5 റോപ്പ് ഉപയോഗിച്ചാണ് ഫെൻസിംഗ് നിർമ്മാണം. വണ്ണം കുറഞ്ഞ റോപ്പ് തകർത്ത് കാട്ടാന മറുവശത്തേക്ക് എത്തുന്നതായാണ് ആക്ഷേപം. റോപ്പ് ഫെൻസിങ് അതിന്റെ കൃത്യമായി അതിന്റെ എല്ലാ സാങ്കേതിക വശങ്ങളും നോക്കിക്കൊണ്ട് അത് ശക്തമായ രീതിയിൽ ഏർപ്പാടാക്കിയാൽ മാത്രമേ, ഇവിടെ സ്ഥാപിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് സുരക്ഷയുണ്ടായിരിക്കുള്ളൂ. ആദ്യം ഇതിൽ വന്നിട്ടുള്ളത് 2 ചെറിയ കമ്പികളാണ്. ആ ചെറിയ കമ്പികൾ അടുത്തടുത്ത് വന്നതുകൊണ്ട് ഇവിടെ നാട്ടുകാർ ശക്തമായി എതിർത്തു. കാരണം ആന അതിൽ ചവിട്ടി 2 കമ്പിയും പൊട്ടിച്ച് ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ശക്തമായി എതിർത്തതിന് പ്രകാരം അവരത് മാറ്റി സ്ഥാപിച്ചിട്ടും അത് വിജയപ്രദമായിട്ടില്ല. ഇതുവരെ ഉദ്ഘാടനം ചെയ്യാത്ത ഫെൻസിംഗ് 3 തവണ കാട്ടാന തകർത്തു. നിലവിൽ കാട്ടാന തകർത്ത ഫെൻസിംഗ് കെട്ടിവെച്ച നിലയിലാണ്. നിർമ്മാണത്തിലെ അപാകതയാണ് ഫെൻസിംഗ് തകരാൻ കാരണമെന്ന് ജനപ്രതിനിധികളും ആരോപിക്കുന്നു. തുടക്കമേ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായിരുന്നു. ആദ്യം കരാറുകാരൻ ഇട്ടുപോയി, വീണ്ടും അയാളെ ഏൽപ്പിക്കുന്നു, റിവേഴ്സ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ കോടികൾ തുലയ്ക്കാൻ വേണ്ടിയുള്ള, ഇവിടെയുള്ള പാവപ്പെട്ട കർഷകനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഫെൻസിംഗ് ആയിരുന്നില്ല ഇതെന്നാണ് ഞങ്ങളുടെ അനുഭവം മനസ്സിലാക്കുന്നത്. ശക്തമായ നടപടിയെടുക്കണം. ഒരു ആന ചവിട്ടിയാൽ പോകുന്ന ഫെൻസിംഗ് ആണ്, പിന്നെ എന്തിനത് കെട്ടാൻ നിൽക്കുന്നത്? ഫെൻസിംഗ് നിർമ്മാണത്തിൽ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DFOയെ അടക്കം കണ്ടെങ്കിലും പ്രശ്നപരിഹാരമായിട്ടില്ല. കാട്ടാനശല്യം പ്രതിരോധിക്കാൻ കോടികൾ മുടക്കി നടപ്പാക്കിയ ഫെൻസിംഗ് ആണ് ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ കാട്ടാനകൾ തകർത്തത്. ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പൂർണ്ണസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം. ക്യാമറാമാൻ റെന്റുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.